ഒരിക്കൽ ഒരു മനുഷ്യൻ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു. 2 ദിവസമായി വെള്ളം കുടിക്കാതെ നടന്ന് ക്ഷീണിച്ച് കാലിന്റെ ബലം നഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടായിരുന്നു അയാൾ നടന്നിരുന്നത്. അല്പസമയത്തിനുള്ളിൽ വെള്ളം കിട്ടിയില്ല എങ്കിൽ താൻ മരിച്ചു പോകുമെന്ന് അയാൾ മനസ്സിലാക്കി. അപ്പോൾ അയാൾ കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു ചെറിയ കുടിൽ കണ്ടു. അയാൾ ആ കുടിൽ നോക്കി നടന്നു. അതിന് സമീപം എത്തിയപ്പോൾ ശരിക്കും അതൊരു കുടിൽ തന്നെയാണെന്ന് അയാൾ മനസ്സിലാക്കി. കാലുകൾ വലിച്ചു വെച്ച് അയാൾ ആ കുടിലിന്റെ അരികെ വന്നു. എന്നാൽ അവിടെ ആരെയും കണ്ടില്ല. കുറച്ചു നാളുകളായി അവിടെ ആരും താമസിക്കുന്നില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും അല്പം വെള്ളം കിട്ടുമോ എന്ന ആഗ്രഹത്തിൽ അയാൾ കുടിലിലേക്ക് പ്രവേശിച്ചു. അടിച്ചാൽ വെള്ളം വരുന്ന ഒരു പൈപ്പ് ഇരിക്കുന്നത് കണ്ടു. അതിന്റെ അടുത്ത് ചെന്ന് കുറേ നേരം ആ പമ്പ് അടിച്ചു നോക്കിയിട്ടും വെള്ളമൊന്നും വന്നില്ല. ആകെ ക്ഷീണിച്ചു തളർന്ന് അയാൾ താഴെയിരുന്നു. പെട്ടെന്ന് ആ കുടിലിന്റെ ഒരു അരികിൽ ഒരു കുപ്പി വെള്ളം ഇരിക്കുന്നത് അയാൾ കണ്ടു. അതെടുത്ത് കുടിക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു പേപ്പറിൽ എന്തോ എഴുതിയിരിക്കുന്നത് അയാൾ കണ്ടു. ഈ വെള്ളം ആ പൈപ്പിൽ ഒഴിച്ചിട്ട് അടിച്ചാൽ പൈപ്പിൽ നിന്ന് വെള്ളം വരും. തീർച്ചയായും വെള്ളം കിട്ടുമ്പോൾ ഈ കുപ്പി നിറച്ചു വയ്ക്കുവാൻ മറക്കരുതേ എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അവൻ ആകെ കൺഫ്യൂഷനായി. അവൻ ചിന്തിച്ചു, ഈ കുറിപ്പിനെ ശ്രദ്ധിക്കാതെ വെള്ളം കുടിച്ചാലോ, അതോ വെള്ളം പൈപ്പിലേക്ക് ഒഴിച്ചാലോ? പൈപ്പിൽ കൂടി വെള്ളം വന്നില്ലെങ്കിൽ എന്തു ചെയ്യും? അവൻ ആകെ കുഴപ്പത്തിലായി. പിന്നീട് കണ്ണടച്ച് ദൈവമേ, ഈ പൈപ്പ് വർക്ക് ചെയ്യണമേ എന്ന് പറഞ്ഞ് ആ വെള്ളം പൈപ്പിലേക്ക് ഒഴിച്ചു. ലഭിച്ച വെള്ളം കുടിക്കാതെ നഷ്ടപ്പെടുത്തിയോ എന്ന വിഷമത്തോടെ ആ പൈപ്പ് അടിച്ചു. ചില നിമിഷങ്ങൾക്കുള്ളിൽ പൊങ്ങി വന്ന വെള്ളത്തെ ആവേശത്തോടെ കുടിച്ചു. എന്നിട്ട് ആ ബോട്ടിലും നിറച്ചു വെച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന സത്യം എന്താണ്? എന്തും സന്തോഷത്തോടെ നാം അനുഭവിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് അത് പങ്കുവയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് വചനവും നമ്മെ പഠിപ്പിക്കുന്നു. നാം കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിശ്വാസം ആവശ്യമാണ്. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുതേ.